ചുടുകാറ്റിനു കൂട്ടിനായി നാമൊരു നാൾ കിനാക്കുടിലിൽ ചെന്നണയുമിരുനിലാവലയായി ആരും കാണാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീർ. അപ്പോൾ ഗായ്സ്, നമ്മളെ ടൂറിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മളിതാ എല്ലാവരും ഫ്രഷ് ആയിട്ട് ഇനിയിപ്പോൾ അത് ഡയറക്റ്റ് താജ്മഹലും പിന്നെ വേറെ എന്താ കാണാൻ പോകുന്ന ഷാ ബാക്കി എനിക്ക് ഓർമ്മയില്ല ഗൈസ്. അപ്പോൾ നമ്മളതൊക്കെ കാണാൻ പോവാണ്, താജ്മഹലും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളിതാ ഒരുവിധം ആൾക്കാരെ കാത്തു നിൽക്കുകയാണ്. നമ്മൾ രണ്ടാളും റെഡിയായി. ഷാ കൊടുത്ത് ഇവിടെ വിളിച്ച. അപ്പം ഗൈസ്, നമുക്ക് ബാക്കി എന്താക്കാം കണ്ടിട്ട് വരാം. അങ്ങനെ ഗൈസ്, നമുക്ക് ഫ്രഷ് ആവാൻ ഈ ഒരു റൂമാണ് കേട്ടോ നമ്മളെടുത്തത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫാമിലി എല്ലാവരും തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി നമുക്ക് കുറച്ച് പേരും കൂടി വരാനുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരെ കാത്തുക്കാണ്. അങ്ങനെ ഫൈനലി നമ്മൾ താജ്മഹലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ ബസ്സൊക്കെ കയറി നമ്മളെ ഗൈഡ് നമുക്ക് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും തന്നിട്ടോ. പിന്നെ നമ്മളൊരു കൈമലൊരു കോയിൻ ഉണ്ടല്ലോ, അതാണ് നമ്മളെ ടിക്കറ്റ്. അങ്ങനെ നമുക്ക് കുറച്ച് താജ്മഹലിൻ്റെ അവിടേക്ക് എത്താൻ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി സെറ്റാക്കി ഫാമിലീസ് എല്ലാവരും കൂടി സെറ്റായി വണ്ടിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ എൻട്രൻസിലേക്ക് ഏകദേശം എത്താനായി. നമ്മൾ എത്തുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബോയ്സിന് വേറെ ലൈന്, ഗേൾസിനൊരു വേറെ ലൈന്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഭയങ്കര ചൂടായിരുന്നു ഗൈസ് നമ്മളെ എത്തിപ്പെട്ട സമയം. നമ്മളൊരു ഏപ്രിൽ ആ ഒരു ടൈമിലേന് പോയത്, പക്ഷെ ഭയങ്കര സീനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എൻട്രൻസും കാര്യങ്ങളൊക്കെ കയറി കഴിയുമ്പോൾ ഈ ഒരു സീനാണ് കാണുന്നത്. എന്ത് ഭംഗിയാണ് ഗൈസ് കാണാൻ. പിന്നെ ഞാൻ മിക്ക വീഡിയോസിലും നമ്മളിങ്ങനെ കയറുമ്പോൾ പെട്ടെന്ന് നമ്മളെ താജ്മഹൽ കാണുന്നത് അതൊക്കെ. പക്ഷെ എന്താ അറിയില്ല, ഈ ഒരു വെളിച്ചം ഭയങ്കര വെയിലുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച മാതിരി ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ ഗായ്സ്, ഇവിടെ നല്ല ചൂടാണ്. ഒരു ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിയില്ല. പക്ഷെ എങ്ങനെയുണ്ട് ഇവിടെ? എങ്ങനെയുണ്ട് ഇവിടെ? ഫോട്ടോ അടിപൊളി. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ അടിപൊളി. നമുക്കൊരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒന്നും തന്നെ നമ്മൾ എടുത്തൊരു ഫോട്ടോസ് വരെ ഭംഗിയില്ലാത്ത മാതിരി. എന്നാലും തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് നടക്കുന്നതും അതേമാതിരി താജ്മഹലിൻ്റെ അടുത്തു നിന്നൊക്കെ നല്ലൊരു മെമ്മറീസും ജസ്റ്റ് ഫോട്ടോ എടുക്കാതിരിച്ച് പിന്നെ നമ്മൾ എടുത്തുള്ള ആളെ കൊണ്ട് തന്നെ ഫോട്ടോസ് എടുപ്പിച്ചിരുന്നു. കാരണം അങ്ങനെ നമ്മൾ താജ്മഹൽ എത്തി. പക്ഷെ സീൻ എന്താ വെച്ചാല് ഭയങ്കര ചൂട് വെയിലാണ്. ഈ ഒരു ക്ലൈമറ്റിൽ ആരും വരാത്തതാണ് നല്ലത്. ഇവിടെ ഡൽഹിയിൽ 45 എബോ ആണ് വെതർ എന്ന് കേട്ടത്. അപ്പം വരരുത്. നമ്മള് റീൽസ് ചെയ്യണം, ഫോട്ടോസ് എടുക്കണം, അങ്ങനെ പലതും വിചാരിച്ചിട്ട് പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. ഭയങ്കര ചൂട്. ഫോൺ വരെ അങ്ങനെ ഗൈസ്, നമ്മളൊരു 200 റുപ്പീസ് കൊടുത്തിട്ട് നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാലിനിടാനൊരു ഷോക്സ് തന്നിട്ടുണ്ട് അവരിതായിട്ടുള്ള. പിന്നെ നമ്മളിതാ ഓരോ കൊത്തുപണികൾ മാർബിളിൽ അതൊക്കെ ഷെഫി തൊട്ടിങ്ങനെ ആസ്വദിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളിൽ വീഡിയോസോ കാര്യങ്ങളോ എടുക്കാൻ അലൗഡ് ഇല്ല അവിടെ. അതുകൊണ്ടാണ് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ പുറമേക്ക് നോക്കുമ്പോൾ ഈ ഒരു കാഴ്ചകളാണ് ഉള്ളത്. പിന്നെ നമുക്ക് പുറമേന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കും, പക്ഷേ ഉള്ളിൽ അലൗഡ് ഇല്ല. അങ്ങനെ നമ്മളിതാ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഗൈസ് പറയാൻ പറ്റില്ല. ആ ഒരു ഉള്ളിൽ കയറിയപ്പോൾ കുറച്ച് വെയിലിനൊരു സമാധാനം കിട്ടി. അതുവരെ ഭയങ്കര പുറത്തിറങ്ങിയാൽ ഭയങ്കരമായിട്ട് വെയിലാട്ടോ. അങ്ങനെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വെച്ച് ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്ത ഫോട്ടോസ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയുണ്ട് ഞങ്ങളെ വ്ളോഗ് കാര്യങ്ങൾ ഒക്കെ ഇതിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഒരു മെമ്മറീസായിട്ട് കുറച്ച് ഫോട്ടോസ് നല്ലോണം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് എന്നോ ഈ ഒരു ട്രിപ്പ് ആലോചിച്ചിരിക്കാനും ഓർത്തിരിക്കാനും ഈ ഒരു ഫോട്ടോസൊക്കെ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഫാമിലീൻ്റെ കൂടെയും പിന്നെ ഉപ്പയും ഷെഫിയും അനിയനും അങ്ങനെയൊക്കെ ആയിട്ട് ഫോട്ടോസ് എടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഫോർട്ടിലേക്കാണ് പോകുന്നത്. അവിടേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു എൻട്രൻസും കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം നമ്മളെ കൂടെ ഗൈഡ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടേക്ക് പോയപ്പോൾ തന്നെ ജസ്റ്റ് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞ് അവിടേക്ക് ഉള്ളോട്ട് കയറിയപ്പോൾ ഗൈസ് എന്ത് ഭംഗിയാണ് അറിയോ ഈ ഒരു സ്പേസ് കാണാൻ. എടുത്ത് പറയാൻ പറ്റില്ല,
അത്രക്കും ഭംഗിയുണ്ട് ഗൈസ്. നമ്മൾ പണ്ട് സോഷ്യൽ സയൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നുണ്ടെങ്കിലും തന്നെ അങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ ഇമാജിൻ ചെയ്യുക പോലുമില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുക. പിന്നെ നമ്മൾ സീരിയസ്ലി ഗൈസ് നമ്മൾ എന്തായാലും ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ നമ്മളിതാ ഓരോ സ്ഥലങ്ങളായിട്ട് നമ്മൾ രണ്ടുപേരും കാണാണ് കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോ വാതിലായിട്ട് കാണാം. നമ്മൾ ഓരോ വാതിൽ മുറിച്ച് കിടക്കുമ്പോഴും ഓരോന്നായിട്ടാണ് കാണുന്നത്. എന്താ പറയേണ്ടതെന്നറിയില്ല. എന്തും കൊണ്ടും നമ്മൾ മസ്റ്റായിട്ട് പോവേണ്ട ഒരു സ്പേസാണ് നമ്മളെ ഡൽഹി എന്ന് പറയാം നമുക്ക്. അങ്ങനെ നമ്മൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും കൂടി തന്നെ സെറ്റായിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് കാണാണ്. അതേമാതിരി നമ്മളെ കൂടെ വേറെ ഫോറിൻ കൺട്രീസിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇറാനിയത്തെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇറാനത്തെ ആ ഒരു ലേഡീനെ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ. ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും അവിടെ കൂടെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മളിതാ ഓരോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞ് ഓരോ സ്പേസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ കണ്ടിരിക്കുമ്പോഴാണ് പണ്ടത്തെ നമ്മളെ ജയിൽ കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ഒരു ലിഫ്റ്റ് ഇല്ലാത്ത സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പണ്ടത്തെ ജയിൽ കാര്യങ്ങൾ ഒക്കെ എല്ലാം തന്നെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ കാണുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സ്പേസ് എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒത്തുകൂടുന്ന ഈ ഒരു സ്പേസിലാണെന്നൊക്കെയാണ് നമ്മളെ ഗൈഡ് പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലം കാണുമ്പോൾ നമ്മളെ തൊട്ട് ബാക്കിൽ തന്നെ ആ ഇറാനിയത്തെ ഒരു ലേഡി ഉണ്ടായിരുന്നു കേട്ടോ. അവരെ കൂടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബാക്കോട്ടൊക്കെ പോയപ്പോൾ ഇതാ പുറത്തേക്കായിട്ടുള്ള ഈ ബാക്കോട്ടൊക്കെ ആയിട്ട് നോക്കിയപ്പോൾ നമ്മളെ താജ്മഹൽ ഏത് കോർണറിനും കാണാൻ കഴിയുന്നുണ്ടെന്ന് തന്നെ അതൊരു പ്രത്യേകതയാണ്. പിന്നെ അതേമാതിരി നമ്മളിതാ ഈ ഒരു ബാഹുബലി അങ്ങനത്തെ ഒരു ഫിലിമിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ കണ്ടത് ഇതൊക്കെ നേരിട്ട് കാണാൻ തന്നെ കഴിഞ്ഞിട്ടോ. എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഈ ഒരു സ്പേസൊക്കെ. അതേമാതിരി നമ്മൾ പണ്ട് ഉണ്ടാക്കിയത് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതമായിട്ട് തന്നെ തോന്നും. ഫൈനലി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് തിരിച്ച് പോവാണ് കേട്ടോ. അടിപൊളി ഒരു പാട്ടൊക്കെ പാടി നമ്മളിതാ നമ്മളെ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ ഗൈസ്.